ഹലോ എവ്രി വൺ, വെൽക്കം ടു ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടൊരു ലഡുവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫൈബർ, അയറൻ, പ്രോട്ടീൻ റിച്ച് ആയിട്ടൊരു ലഡു ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ക്ഷീണമോ ബ്ലഡിൻ്റെ കുറവോ തലകറക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം മാറിക്കിട്ടും. നല്ല ഹെൽത്തി ലഡു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ചെറുപയർ ഇല്ലാത്ത വീടില്ല അല്ലേ? എല്ലാ വീട്ടിലും ചെറുപയർ നമുക്ക് കിട്ടും. അപ്പോൾ ആ ചെറുപയർ കൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ലഡു ഉണ്ടാക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് 2 കപ്പ്. നമ്മൾ ഏതെങ്കിലും കട്ടോരിയോ ഗ്ലാസ്സോ കപ്പ് നമുക്ക് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അളവെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 കപ്പ് ഞാനാണെങ്കിൽ ഇതേപോലെ ചെറുപയർ എടുത്തിട്ടുണ്ട്. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടുണ്ട് നല്ലതായിട്ട് തുണിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊരു ബ്രൗണിഷ് കളറായി വരുന്നവരെയോ അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരെണ്ണം എടുത്തിട്ട് തണുത്തതിന് ശേഷം ഒന്ന് കടിച്ച് നോക്കുക. നല്ലൊരു ക്രഞ്ച് വരും. അപ്പോൾ അത്ര ആവുന്ന വരെ നമുക്കൊന്ന് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ മാറ്റി വയ്ക്കാം. ഒന്ന് തണുക്കട്ടെ. ആ നേരം കൊണ്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നമുക്ക് അണ്ടിപ്പരിപ്പ്, ബദാം, റീസൺസ് ഇതെല്ലാം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലൊരു ക്രഞ്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഞാൻ 250 ml കപ്പിന് പയറെടുത്തിട്ടില്ല. ആ കപ്പിന് ഒരു 3/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നെയ്യുടെ ആവശ്യം വരും. ഞാൻ പഞ്ചസാര പൊടിയാണ് ഇടുന്നത്. അതുകൊണ്ടാണ്. നിങ്ങൾ ശർക്കര ഇടുവാണെങ്കിൽ ഇതിൻ്റെ പകരം എന്നാൽ ഇത്രയും വരത്തില്ല കേട്ടോ. 1/2 കപ്പ് നെയ്യിൻ്റെ ആവശ്യമേ വരത്തേ ഉള്ളൂ. അപ്പോൾ ആണെങ്കിൽ അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പയറൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സി ജാറിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഫൈനായിട്ട് പൗഡർ റെഡിയാക്കി. ഒത്തിരി ഫൈൻ ആവത്തില്ല. അത് ചെറുതായിട്ടൊരു തരിതരിപ്പ് വരും കേട്ടോ. അത്രയും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുഴുവനായിട്ട് കിടക്കൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആണെങ്കിൽ ഇത്രയും നെയ്യും കൊണ്ട് പോരാ കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ഇത് നന്നായിട്ട് റോസ്റ്റ് ആയതാ. എന്നാൽ നമുക്ക് നെയ്ക്കകത്ത് ഒന്നും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ കഴിക്കാനായിട്ട്. നല്ല ഹെൽത്തി ആയിട്ട് മക്കളൊക്കെ കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട്. അല്ലാതെ അവർ നെയ്യ് ഇങ്ങനെ അധികം കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ കഴിക്കും നന്നായിട്ട്. അപ്പോൾ അത് കാരണം ഇച്ചിരി ഹെൽത്തി ആയിട്ട് ഞാൻ ഇച്ചിരി എക്സ്ട്രാ നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ കട്ടകളൊക്കെ ഉടച്ചത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിച്ചൊന്നും കളയുകയും ചെയ്യൽ. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എക്സ്ട്രാ നെയ്യ് ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇരിക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. പിന്നെ പുതിയ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഇതുപോലെ ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പീസൊക്കെ വേണമെങ്കിൽ എന്നോട് അറിയിക്കാൻ താഴെ കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതായതിന് ശേഷം നമുക്കാണെങ്കിൽ അത് തണുക്കാനായിട്ട് മാറ്റി കൊടുക്കാം. അത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരിങ്ങ അതെല്ലാം ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇതിനകത്താണെങ്കിൽ വാൾനട്ട് പിന്നെ ആണെങ്കിൽ പിസ്ത ഇതൊക്കെ വേണമെങ്കിൽ റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് തൊടാൻ പറ്റുന്ന പാകമാകുമ്പം ആദ്യം 250 ml കപ്പിന് തന്നെ 1/2 കപ്പ് ഞാനാണെങ്കിൽ പൊടിച്ച് പഞ്ചസാര മാർക്കറ്റ് റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കാണെങ്കിൽ ആദ്യം മിക്സാക്കി കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ശർക്കര ആഡ് ചെയ്യണമെങ്കിൽ 1 കപ്പ് തന്നെ എടുത്താൽ മതി കേട്ടോ. 1 ഗ്ലാസ്സോ കപ്പ് ഏതാ നമ്മൾ അളവിനെടുക്കുന്നത് വെച്ചാൽ അതിന് തന്നെ 1 കപ്പ് നമുക്ക് എടുക്കുക. എന്നിട്ടാണെങ്കിൽ 1 ടീസ്പൂൺ കടായിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം അത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്കൊന്ന് നൂൽപ്പാകമോ ഒന്നും വേണ്ട കേട്ടോ. ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ലഡുവിൻ്റെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ മൊത്തം നെയ്യിനകത്ത് എനിക്കാണെങ്കിൽ ആ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ എക്സ്ട്രാ വന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി മുഴുവൻ നെയ്യിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പഞ്ചസാര പൊടി ഇട്ടേക്കുന്നതല്ലേ, അതുകൊണ്ടാണെങ്കിൽ അത് ഇച്ചിരി ബൈൻഡിങ് കിട്ടാൻ പാടാ. നമ്മൾ ശർക്കര ഇടുവാണെങ്കിൽ നല്ലതായിട്ട് ബൈൻഡിങ് കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ലഡു റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതനുസരിച്ച് കുറവെന്ന് തോന്നുന്നതനുസരിച്ച് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ലഡു റെഡിയാക്കി എടുക്കാം. നല്ല ഹെൽത്തി ലഡു കേട്ടോ. രാവിലെ എണീക്കുമ്പം വെറും വെയിറ്റ് ഇത് മാത്രം കഴിച്ചാൽ മതി. കുറച്ച് ചായയും കുടിച്ച് കഴിഞ്ഞാൽ ഉച്ച വരെ നമുക്ക് ഇങ്ങനെയൊക്കെ പോകും കേട്ടോ. വിശക്കത്തൊന്നുമില്ല. നല്ലതായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കും. നല്ല എനർജിത്തോടെ ഇരിക്കും. ഒരു ലഡു കഴിച്ചാൽ മതി. ഒരു ദിവസം മൊത്തം ഫുള്ളായിട്ട് എനർജിത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ലഡു റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറന്നു പോകാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലാസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകല്ലേ. നിങ്ങൾ ലൈക്കൊന്നും അധികം ചെയ്യാറൊന്നുമില്ലല്ലോ. പ്ലീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ താഴെ ഒന്ന് ലൈക്ക് അടിച്ചു വിടണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.